ധനപരമായി സമ്പന്നനാണെങ്കിലും ധിഷണാപരമായി സാബു ജേക്കബ് നല്ല നിലയിൽ ദരിദ്രനാണ്. സാബു ജേക്കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിറ്റക്സ് മുതലാളി. ആളുടെ കീശയ്ക്ക് നല്ല നിറവുണ്ട്, പക്ഷേ മണ്ടയില്ല, അതൊട്ടും തന്നെ ഇല്ല. എന്തുകൊണ്ട് പോങ്ങൻ ഇങ്ങനെ പറഞ്ഞു എന്ന് തീർച്ചയായിട്ടും പറയാം. എന്തായാലും സാബു ജേക്കബിന് സ്വല്പം ബുദ്ധി പകരാനും ഒപ്പം അദ്ദേഹത്തിന്റെ ശോഭനമായിട്ടുള്ള ഭാവിക്ക് മുതൽക്കൂട്ടാവാനും വേണ്ടി പോങ്ങൻ ഒരു സംഭവ കഥ പറയാം. അത്രയ്ക്ക് ഗുണപാഠമുള്ള കഥയൊന്നും ആയിരിക്കില്ല, എങ്കിലും സാബു ജേക്കബിന്റെ സാമൂഹിക ജീവിതത്തിന് ഗുണമാകുന്ന ഒരു പാഠം തീർച്ചയായും പോങ്ങന്റെ ആ കഥയിൽ കണ്ടേക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസം പോങ്ങനുണ്ട്. ആ വിശ്വാസത്തിലാണ് സാബു ജേക്കബിന് വേണ്ടി അത് പറയാമെന്ന് പോങ്ങൻ വിചാരിച്ചത്. പക്ഷെ കഥയിലേക്ക് പോകും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ സാബു എം ജേക്കബ് സൈദ്ധാന്തികമായി പാപ്പരാണെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം പോങ്ങൻ തീർച്ചയായിട്ടും വെളിപ്പെടുത്താം. കഴിഞ്ഞ ദിവസം കേരളം ആരുടെയും പിതൃസ്വത്തൊന്നും അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, അല്ലേ? സൈദ്ധാന്തിക സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ അദ്ദേഹം നാക്കു വളയ്ക്കുമായിരുന്നില്ല എന്ന് പറയുന്നതാണ് വാസ്തവം. എന്തായാലും പോങ്ങന്റെ കഥ കേൾക്കുമ്പോൾ എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു പറച്ചിലായിരുന്നു താൻ നടത്തിയതെന്ന ബോധ്യം സാബു ജേക്കബിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പോങ്ങന്റെ പ്രതീക്ഷ. അപ്പോൾ പോങ്ങൻ കഥ പറയാം. ഏതൊരു കഥയും പണ്ട് വെച്ച് തുടങ്ങണല്ലോ, അല്ലേ? അപ്പോൾ പണ്ട് വളരെ പണ്ട് ഈ അണ്ടകടാഹത്തിൽ ഭൂമി ഉണ്ടായിരുന്നേയില്ല ഒട്ടും തന്നെ. അണ്ടകടാഹത്തിന്റെ ഈ ഭൂമിയില്ലായ്മ പരിഹരിക്കാനായി ഏകദൈവം ഭൂഗോളം നിർമ്മിച്ചു. ഏകദൈവം സത്യത്തിൽ അതൊരു മരുഗോളമായിരുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച വലിയൊരു മണലുണ്ട, അവലോസുണ്ടയൊക്കെ അരി കൊണ്ടുള്ള അവലോസുണ്ട പോലെ മണൽ കൊണ്ടുള്ള ഒരു വലിയ ഉണ്ട. ആ മരുഭൂമിയിൽ സമാധാന പുരസരം പാർക്കാൻ തൻ്റെ അനുയായികളെ ഏകദൈവം അനുവദിക്കുകയും ചെയ്തു. മണൽക്കടലിലൂടെ സഞ്ചരിക്കാൻ 4 കാലുള്ള കപ്പൽ അവർക്ക് അനുവദിച്ചു നൽകി. തണൽ കൊള്ളാനും പശി അകറ്റാനുമായി മണൽക്കടലിൽ ഈന്തപ്പന നട്ടു. അതുപോലെ ദാഹത്തിന് നീർക്കായുള്ള ധാരാളം മരങ്ങൾ അനുവദിച്ചു കൊടുത്തു. ധാരാളമൊന്നുമില്ല കേട്ടോ, അവിടെ ഇവിടെയായിട്ട് കുറച്ച് മരങ്ങളും അനുവദിച്ചു കൊടുത്തു. മണൽക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ പൊതിയുന്ന ഒരുതരം വസ്ത്രകവചം തീർച്ചയായിട്ടും അവർക്ക് നൽകി. ഏകദൈവം അവരെ മതസ്ഥർ എന്ന് പേര് ചൊല്ലി വിളിച്ചു. എന്നാൽ വളരെ വൈകാതെ ഏകദൈവത്തിന്റെ പ്രധാന ശത്രുവായിട്ടുള്ള ഒരു ചെകുത്താൻ ആ മരുഗോളത്തിൽ കടലും കായലും പുഴയും അരുവിയും തോടും കുളങ്ങളും പച്ചപ്പും കുന്നും മലയും സമതലങ്ങളും പലതരത്തിലുള്ള ജീവജാലങ്ങളും എല്ലാം നിർമ്മിച്ചുകൊണ്ട് മരുഗോളത്തിന്റെ ആ സുവർണ സൗന്ദര്യം അങ്ങോട്ടേക്ക് നശിപ്പിച്ചു കളഞ്ഞു. കാഴ്ചയിൽ ഏകദൈവത്തിന്റെ അനുയായികളായ മതസ്ഥരെ പോലെ കാണപ്പെടുന്ന ഇരുകാലികളെയും ചെകുത്താൻ സൃഷ്ടിച്ചു വിട്ടു. എന്നിട്ട് ആ ഇരുകാലികളെ മനുഷ്യർ എന്ന് നാമകരണം ചെയ്ത് ഏകദൈവത്തിന്റെ സൃഷ്ടിപരതയെ ചെകുത്താൻ സമുചിതം വെല്ലുവിളിക്കാനും മനസ്സ് കാട്ടി. സ്വാഭാവികമായും ചെകുത്താന്റെ മക്കളായിട്ടുള്ള മനുഷ്യരെ ഏകദൈവത്തിന്റെ മക്കളായ മതസ്ഥർ വർഗശത്രുവായി കണ്ട് ശത്രുബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ മണൽ കടലായിട്ടുള്ള മതഭൂമിയിൽ നിന്നും പരീക്കുട്ടി ബീരാൻ എന്നു പേരുള്ള ഒരു മതസ്ഥൻ, അദ്ദേഹം വെറും മതസ്ഥനല്ല, ഈ ഒസാൻ ജീവനക്കാരനായിട്ടുള്ള ഒരു മതസ്ഥൻ, അദ്ദേഹം തൻ്റെ മൂർച്ച പോയ ഒരു സുന്നത്ത് കത്തി അറബിക്കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ ഏറിന്റെ ഊക്കിൽ പരീക്കുട്ടി ബീരാന്റെ സുന്നത്ത് കത്തി ഹിന്ദു രാക്ഷസന്മാർ പാർക്കുന്ന ഭൂപ്രദേശത്തിന് സമീപത്തായിട്ടാണ് ചെന്നു വീണത്. അങ്ങനെയാണ് ദൃക്സാക്ഷികൾ പറഞ്ഞറിഞ്ഞത്. എനിക്ക് അവിടെ കുറച്ചൊക്കെ ഞാൻ ഒരു നിമിഷം നമ്മുടെ സാമൂലായി പോയി. അതെന്തായാലും അമാന്തം കൂടാതെ സുന്നത്ത് കത്തിയുടെ ആകൃതിയിൽ ഒരു ഭൂപ്രദേശം അറബിക്കടലിൽ നിന്ന് അങ്ങനെ ഉദ്ധരിച്ച് ഉയർന്നു വന്നു. സുന്നത്ത് കത്തി എറിഞ്ഞുണ്ടാക്കിയതാണെങ്കിലും അറബിക്കടലിൽ നിന്നും പൊങ്ങി വന്നതാണെങ്കിലും ഈ ഹിന്ദുസ്ഥാനോട് ചേർന്ന് കിടന്നതുകൊണ്ട് ഹൈന്ദവ ഭീകരർ ആ വിശുദ്ധ മണ്ണ് കയ്യേറി പൊറുതി തുടങ്ങി. പൊറുതി മാത്രമല്ല, പേറും ബെറീപ്പീരും
വെപ്പും കുടിയും ആഘോഷവും. അങ്ങനെ അങ്ങോട്ടൊരു ജീവിതം അങ്ങോട്ട് അവർ നയിച്ചു തുടങ്ങി ആ മണ്ണിൽ, ആ വിശുദ്ധ മണ്ണിൽ. അതോടെ സുന്നത്തു കത്തി എറിഞ്ഞ പരീക്കുട്ടി ബീരാൻ ഹൈന്ദവ ഭീകരരിൽ നിന്ന് ആ വിശുദ്ധ ദേശത്തെ രക്ഷിക്കാനായി ഒറ്റ നോട്ടത്തിൽ ഹിന്ദു രാക്ഷസനെന്ന് തോന്നിക്കുന്ന വിധം മുഴുലിംഗനായിട്ടുള്ള, പൂർണ്ണലിംഗനായിട്ടുള്ള ഒരു ഘോരനെ ഏകദൈവത്തിന്റെ സഹായ സഹകരണത്തോടു കൂടി ആ ഭൂമികയിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുത്തു. 2 ചങ്ക്, എണ്ണം പറഞ്ഞ 4 ചന്തി, 8 കൈകൾ എന്നിവയൊക്കെയുള്ള ഒരു ഉഗ്രരൂപിയായിരുന്നു ആ പ്രഥമ ഘോരൻ. 4 ചന്തി ഉണ്ടാവുമ്പോൾ കാലുകളും 4 വേണ്ടേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കഥയിൽ ചോദ്യം പാടില്ല എന്നുള്ളതാണ് നാട്ടുനടപ്പ്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ഈ നല്ല നടപ്പ് നടത്താനായി ഘോരന് കാലുകൾ 2 അനുവദിച്ച് നൽകിയിരുന്നുള്ളൂ കേട്ടോ. അതിൽ ചോദ്യമില്ല. എന്തായാലും 8 കൈകളൊക്കെയായി ഒരു പുരുഷ ദുർഗയെ പോലെ അവതരിപ്പിക്കപ്പെട്ട പ്രഥമ ഘോരൻ ആ വിശുദ്ധ ഭൂമിയുടെ ഉടമയായി അടയാളപ്പെട്ടു. സ്വാഭാവികം. ആ ഘോരനിൽ നിന്നും ഉത്ഭവിച്ച വംശമാണ് ഘോരവംശം. ഘോരവംശം ആ ഭൂമികയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. വൈകാതെ ആ വിശുദ്ധ ദേശം ഘോരളം എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഘോരളം, ഘോരന്മാരുടെ ആളം, ഘോരളം. ഘോരൻ 5005 മകനായിട്ടുള്ള ഘോരൻ 5006 ഭരണത്തിന് കീഴിലുള്ള ആ ഘോരളത്തെ പറ്റിയാണ് പോകൻ പറയുന്നത് കേട്ടോ. മറ്റതൊരു തുടക്കം മാത്രമായിരുന്നു. ഇതാണ് യഥാർത്ഥ കഥയിലേക്ക് അങ്ങ് കയറാൻ പോണതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും കാലങ്ങൾ മാറി, കാലാവസ്ഥ മാറി, ഭൗമഗോളത്തിൽ പലതരം സാമൂഹ്യ ക്രമങ്ങൾ സംഭവിച്ചു. കാലാനുസരണം ലോകക്രമങ്ങൾ മാറി, അക്രമങ്ങൾ പെരുകി. സ്വാഭാവികമായും ഘോരളവും മാറി. സുന്നത്തു കത്തിയെറിഞ്ഞ് ഘോരളത്തെ അറബിക്കടലിൽ നിന്നും ഉദ്ധരിച്ചുയർത്തിയ പരീക്കുട്ടി ബീരാൻ ആഗ്രഹിച്ചതുപോലെ ഹൈന്ദവ തീവ്രവാദികളെ തുരത്തി ആ വിശുദ്ധ മണ്ണ് ഭൗമഗോളം നിർമ്മിച്ച ഏക ദൈവത്തിന്റെ അനുയായികൾക്ക് നൽകുക എന്ന് പറയുന്ന നിയോഗം ഘോരൻ 5006 നിക്ഷിപ്തമായിരുന്നത്. തൻ്റെ മകളെ വിവാഹത്തിലൂടെ തട്ടിയെടുത്ത ഒരു ഹൈന്ദവ ഭീകരനെ ഡിവോഴ്സിലൂടെ തുരത്തിക്കൊണ്ട് തൻ്റെ പുത്രിക്ക് ഒരു അതുമ്പലിംഗനെ പിടിച്ച് മണിയറ പങ്കാളിയായി സമ്മാനിച്ചവനാണ് ഈ ഘോരൻ 5006. അതായത് പൂർണ്ണലിംഗരായിട്ടുള്ള ഘോരവംശത്തിൽ നിന്നും അതുമ്പലിംഗരിലേക്ക് ഘോരളത്തിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ആദ്യപടിയായിരുന്നു ഘോരപുത്രിക്ക് നൽകിയ ആ ഒരു അതുമ്പ ലിംഗ സമർപ്പണം. കിട്ടിയോ?